താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടറെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി നടത്തിയ പ്രതിഷേധത്തിന്റെ ഭാഗമായി പുനലൂരിലും IMAയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടന്നു. പുനലൂർ പ്രണവം ആശുപത്രിയിൽ വെച്ചാണ് പ്രതിഷേധ സംഗമം നടന്നത്. അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച തന്റെ മകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ടാണ് കുട്ടിയുടെ പിതാവ് ഡോക്ടറെ കയ്യേറ്റം ചെയ്തത്. ഈ സംഭവവുമായി യാതൊരു ബന്ധവുമില്ലാത്ത അസിസ്റ്റന്റ് സർജൻ PT വിപിനാണ് മർദ്ദനമേറ്റത്. കേരളത്തിൽ ആശുപത്രി ആക്രമണങ്ങൾക്കും ആരോഗ്യ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുന്നതിനുമെതിരെ നിയമമുണ്ടെങ്കിലും കയ്യേറ്റങ്ങൾക്ക് യാതൊരു കുറവുമില്ല. വ്യാഴാഴ്ച നടന്ന യോഗത്തിൽ പുനലൂർ IMA പ്രസിഡന്റ് ഡോക്ടർ നാരായണൻ നായർ, മുൻ നാഷണൽ പ്രസിഡന്റ് ഡോക്ടർ RV അശോകൻ, സംസ്ഥാന ഭാരവാഹിയായ ഡോക്ടർ KN വിശ്വംഭരൻ, ഡോക്ടർമാരായ രാജൻ ജോർജ്, മോഹൻ നായർ, സുധാകരൻ നായർ, അംബിക, ചന്ദ്രിക ചന്ദ്രൻ, VS മോഹൻ, ജോ ബാബു, വിനോദ് വർഗീസ്, അനിൽ ചെറിയാൻ, ഷേർലി ശങ്കർ എന്നിവർ സംസാരിച്ചു. ഡോക്ടർമാരോടുള്ള ഈ പ്രതികരണം അതിന്റെ കാരണം തന്നെ എന്താണെന്നുള്ളത് മനസ്സിലാകുന്നില്ല. കാരണം ഇതിനേക്കാൾ കവിഞ്ഞ് ഡോക്ടർമാർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതും എനിക്കും മനസ്സിലാകുന്നില്ല. പ്രത്യേകം കേരളത്തിലെ ഈ നമ്മുടെ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ആയെങ്കിൽ 13, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ആയെങ്കിൽ 5. ഈ 5ഉം 13ഉം പാശ്ചാത്യ രാജ്യങ്ങളിൽ പോലും ഇല്ലാതെ ഒരു നമ്പറാ. അവർക്ക് തന്നെ അസൂയ വരുന്ന ഒരു മോഡലായിട്ടാണ് നമ്മൾ ഇതിനെ മാറ്റി നിർത്തിയിരിക്കുന്നത്. എന്നാൽ ഈ സമൂഹത്തിന്റെ ആവശ്യം എന്താണെന്നുള്ളത് മനസ്സിലാകുന്നില്ല. ഉദാഹരണത്തിന് നമ്മൾ കാനഡയിലുള്ള ആളുകളോ യൂറോപ്പിലുള്ള ആളുകളോ നമ്മുടെ തന്നെ ആളുകൾ അവിടെ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെയാ ഓടി വരുന്നത്. ഗൾഫിലിരുന്ന് ഇവിടെ ഒരു ചെറിയ സർജറിക്ക് വേണ്ടി വരുന്നവരുണ്ട്. ഒരു MPPക്ക് വേണ്ടി അയർലാൻഡിൽ നിന്ന് ഓടി വരുന്നവരുണ്ട്. എന്നാൽ ഈ ഡോക്ടർ സമൂഹത്തോടും ഇന്ത്യ രാജ്യത്ത് തന്നെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ചികിത്സ ചെയ്യാമെന്നുള്ളത് കേരളമാണ്. കേരളത്തിലാണ് ഏറ്റവും കുറഞ്ഞ ഇതിനേക്കാൾ കവിഞ്ഞ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു സേവനം ഇത്രയും കുറഞ്ഞ ചെലവിൽ ചെയ്യാനുള്ള സാധ്യതയില്ല. എന്നാൽ സമൂഹത്തിന് എന്താണ് വേണ്ടെന്നുള്ളത് യഥാർത്ഥത്തിൽ ഡോക്ടർമാർക്ക് ഒരു പസിലായിട്ട് നിൽക്കുകയാണ്. എന്നാലും ഒന്നുകൂടെ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ആ ഡോക്ടറുടെ ആരോഗ്യം വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സംസാരിക്കും. താമരശ്ശേരിയിൽ നടന്ന ഒരു ചെറിയ ഇൻസിഡൻ്റ് ആയിട്ടല്ല ഇതിനെ നമ്മൾ കാണുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ വർഷങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നടപ്പാക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങൾ നടക്കാത്തതിൻ്റെ ഒരു വലിയ ഒരു പ്രതികരണമാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത്. നമ്മുടെ ഈ പ്രതികരണങ്ങൾ കൊണ്ട് ഈ നാടിൻ്റെ നമ്മളോടുള്ള ഇത് ഉയരട്ടെ. അധികാരികൾക്ക് നമ്മളോടുള്ള കാര്യങ്ങളെല്ലാം ഉയരട്ടെ. അങ്ങനെ നമ്മുടെ ഒരു സംരക്ഷണം നമ്മുടെ ജോലി സ്ഥലത്ത് ഉറപ്പാക്കാൻ വേണ്ട നടപടികൾ നടക്കും എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. IMAയുടെ ഈ സംരംഭം ഈ കേരളത്തിലെ എല്ലാ ഡോക്ടർ സമൂഹത്തിനും വേണ്ടിയാണ്, എല്ലാ ആശുപത്രികൾക്കും വേണ്ടിയാണ്. അത് നമ്മൾ ഈ പൊതുജനങ്ങൾക്കായി ബോധവൽക്കരണവും അധികാരികൾക്കായിട്ടുള്ള ഒരു ഉത്തേജനവുമായിട്ട് എടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. 55 വർഷത്തെ സേവനത്തിനിടയിൽ ഈ ഒരു 10-20 വർഷമായിട്ടാണ് ഇങ്ങനെയുള്ള ഡോക്ടർമാരുമായിട്ടുള്ള പൊതുജനങ്ങൾക്കുള്ള പരാധീനത അല്ലെങ്കിൽ അവരുടെ അമർഷങ്ങൾ ഇങ്ങനെ കാണിക്കുന്ന അത് വളരെ ക്രൂരമായ രീതിയിൽ. അതിൻ്റെ കാരണങ്ങൾ എനിക്ക് തോന്നുന്നത് സാമൂഹ്യമായിട്ട് തന്നെ ഞാൻ പറയുന്നത് ഇപ്പോൾ വളരെ റോഡിൽ നടന്നു പോകുന്നവരെ ആക്രമിക്കുക, അല്ലെങ്കിൽ വെറുതെ ചെന്നിട്ട് റോഡിലെ സൈഡ് കൊടുത്തില്ലെന്ന് പറഞ്ഞിട്ട് അടിയുണ്ടാക്കുക, ഇങ്ങനെയുള്ള പാത്രങ്ങളെല്ലാം നമ്മൾ പത്രങ്ങളിൽ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിനെക്കാട്ടി കൂടുതൽ ഒരു സാമൂഹ്യമായിട്ട് എല്ലാവർക്കും അരക്ഷിതാവസ്ഥയോ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ അതിന് മാറണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മളുടെ പഴയ സംസ്കാരം വരണം. അതായത് ഒരു ഭാരതീയ സംസ്കാരത്തിനകത്ത് ടോളറൻസും അല്ലെങ്കിൽ അതുപോലെയുള്ള സ്നേഹം, ടോളറൻസ്, ഇതെല്ലാം ഉള്ള ആ ഒരു രീതിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ദൈവവിചാരം അല്ലെങ്കിൽ ഇല്ല ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നടക്കുന്ന സമൂഹം മാറി അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നും നമ്മുടെ ആ കാഴ്ചപ്പാടെ മാറേണ്ടിയിരിക്കുന്നു. അല്ലാതെ ഇതിനൊരു അറുതി വരുമെന്ന് തോന്നുന്നില്ല. കാരണം അങ്ങനെയുള്ള ആൾക്കാരെ വിചാരിച്ചിട്ട്
അത് പറഞ്ഞു കൊടുക്കലാ വേണ്ടേ. പക്ഷെ ഇപ്പം ചെയ്യാൻ എന്താണ്, പള്ളിയിൽ ആൾക്കാർ പോകുന്നില്ല, അമ്പലത്തിൽ പോകുന്നില്ല, എങ്ങും പോകുന്നില്ല, ആൾക്കാർക്കൊന്നും അങ്ങനത്തെ ഉള്ളൊരു വിശ്വാസമേ ഇല്ല. എനിക്ക് തോന്നുന്നത് ഭാരതീയമായ പഴയ സംസ്കാരത്തിലേക്ക് നമ്മൾ വരേണ്ടിയിരിക്കുന്നു. നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ അഹിംസ അല്ലെങ്കിൽ കാണിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു ആ സംസ്കാരത്തിലേക്ക് നമ്മൾ വരേണ്ടിയിരിക്കുന്നു. അത് നമ്മുടെ ഡോക്ടർ സമൂഹത്തിന് ഇവിടെയുള്ള ആ പൊതുജനങ്ങളുടെ മനോഭാവം മാറട്ടെ. അതിനുവേണ്ടി നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. പുനലൂരിലെ എല്ലാ സ്വകാര്യ ആശുപത്രിയിലെയും ഡോക്ടർമാർ പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.